അങ്ങനെ ആടുജീവിതത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ലഭിച്ചിരിക്കുകയാണ്. 12 മണിക്ക് വരുന്നതാണ് പറഞ്ഞത്. ബട്ട് ഒരു മണി സമയമെല്ലാം ആകുമ്പോൾ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുള്ളത്. സോ ട്രെയിലർ ഗംഭീര ട്രെയിലർ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. 1.5 മിനിറ്റ് ആ ട്രെയിലറുള്ളൂ. ആ ഒരു 1.5 മിനിറ്റിൽ കാണിച്ച സംഭവം ഗംഭീരമായിരുന്നു. അതായത് ആവശ്യമുള്ള സാധനങ്ങൾ അതെന്താ നമ്മൾ കണ്ടാൽ വണ്ടർ അടുപ്പിക്കുന്ന സാധനങ്ങൾ അതെല്ലാം ഈ ട്രെയിലർ കാണിച്ചിട്ടുള്ളത്. ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് ഞാൻ പറയാം. ചിലപ്പോൾ എനിക്ക് മലയാള സിനിമ തന്നെയാണോ തന്നെ ഓർത്തു വരിയിലേക്കുള്ളൊരു കുറേ വിഷ്വൽസും കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നിട്ടുള്ളത്. അതെടുത്ത് പറയേണ്ട കാര്യം തന്നെ, വിഷ്വൽസ് ഒന്നും ഒരു രക്ഷയില്ല, ഗംഭീരമായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത കാര്യം അതിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി ആയിരുന്നു, സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. അതിൽ ഇവർ പക്കയായിട്ട് നല്ല രീതിക്കാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ ആ മേക്കപ്പ്, ആ ഒരു ഗെറ്റപ്പും കാര്യങ്ങളെല്ലാം ഒന്നും പറയാനില്ല, അത് ഗംഭീര സാധനം തന്നെയായിരുന്നു. പിന്നെ പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷൻ കാര്യങ്ങളിലും ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. സോ വിഷ്വൽസ് എന്ന് പറയുമ്പോൾ ഒരു ഡെസേർട്ട് ഏരിയയിൽ കാണിക്കുന്ന സാധനങ്ങളുണ്ട്. ആ ഡെസേർട്ടിൽ ആ സ്കൈലുണ്ടാകുന്ന മാറ്റങ്ങളും, ആ ഒരു സ്കൈലൊരു ലൈറ്റിനിങ്, ഒരു ഗ്രീൻ ലൈറ്റിലും വരുന്ന സാധനങ്ങൾ, നല്ല ഗംഭീര വിഷ്വൽസ് ആയിരുന്നു. അതേപോലെ ആടിൻ്റെ കണ്ണിലൂടെ ഒരു പൃഥ്വിരാജിൻ്റെ മുഖം കാണിക്കുന്ന സീൻസ് ഉണ്ടായിരുന്നു. ഞാൻ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു മുഖം കാണിക്കുന്നത്, അതെല്ലാം ഗംഭീര ഷോട്ടായിരുന്നു. പിന്നെ ഒരു കുളത്തിൻ്റെ അവിടെ കിടക്കുന്ന ഷോട്ടുണ്ടായിരുന്നു, വെള്ളത്തിലെ പൃഥ്വിരാജ് പെണ്ണും കൂടിയുള്ള ഒരു അതെല്ലാം ഗംഭീര ഷോട്ടല്ല. അങ്ങനത്തെ കുറേ വിഷ്വൽ സാധനങ്ങൾ, കുറേയധികം ഗംഭീര ഷോട്ടും ഫ്രെയിംസൊക്കെ ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നിട്ട്. ഓരോ ഫ്രെയിംസ് ഓരോന്നും മികച്ചതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഫ്രെയിം എന്ന് വെച്ചാൽ ഒരു ടൊർണാഡോൻ്റെ സീക്വൻസ് ഉണ്ട് ആ ഒരു ഡെസേർട്ടിൻ്റെ ഉള്ളിൽ. അതും പിന്നെ ഒരു ലാസ്റ്റ് ആ ഒരു ഗോഡ് ലൈഫ് എന്ന് പറഞ്ഞ ടൈറ്റിൽ എഴുതി കാണിക്കുന്നതിന് മുമ്പുള്ള സംഭവമുണ്ട്. ആ ഒരു മരുഭൂമിയിൽ ഒരു വൈകുന്നേരം വരുന്നൊരു കാറ്റിൻ ഭയങ്കര സ്റ്റോം വരാണ്ട്, ആ സ്റ്റോം വരുന്നൊരു സാധനമുണ്ട്. അതെല്ലാം ഞെട്ടിച്ചിട്ടുണ്ട് പറയാം. അല്ലെങ്കിൽ ഗംഭീര സാധനം തന്നെയാണ്. അതിൽ തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. സോ ടോട്ടലി ഈ ട്രെയിലറിൽ ഇങ്ങനത്തെ കുറേ വണ്ടർ അടിപ്പിക്കുന്ന സംഭവങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ആകെ 1.5 മിനിറ്റ് കൊണ്ട് ഇത്രയും ഗംഭീര സാധനം കാണിച്ചിട്ടുള്ള ഒരു ഡയറക്ടർ, ബ്ലെസ്സി എന്ന് പറഞ്ഞ ഡയറക്ടറിനെ സമ്മതിച്ചേ പറ്റും. മുമ്പത്തെ സിനിമയെല്ലാം കണ്ടെങ്കിൽ അറിയാം, ലാലേട്ടൻ്റെ തന്മാത്രയൊക്കെ ഭയങ്കര ഇമോഷണൽ കണക്ട് ആകുന്ന സിനിമയിലാണ്. സോ ഇമോഷണലി ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊണ്ടു. അതായത് ആ ഒരു നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ആ ഒരു ജീവിതവും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ട്രെയിലറിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മുഖം കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ക്യാരക്ടറേയും വേദനയിലാണ് പോകുന്നത്. സത്യക്ക് ഇമോഷണലി നമ്മളെ കണക്ട് ആകുന്നുണ്ട്. ഇനി സിനിമ കണ്ടാനുള്ള അവസ്ഥയാണ് ചിന്തിക്കുന്നത്. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ്റെ കാര്യം പറയണ്ട. പൃഥ്വിരാജ് സുകുമാരൻ ഇതിന് വേണ്ടിയിട്ട് കുറേയധികം വർഷങ്ങളെടുത്തു തന്നെയാണ് പറയുന്നത്. ഇനി അത്രയ്ക്കും ഡെഡിക്കേറ്റ് ആയി നിന്ന് ഇതിന് വേണ്ടിയിട്ട് കുറേയധികം കാലറീസ് മൂപ്പര് കുറച്ചിട്ടുണ്ട്. 33 അത്രയും കുറച്ചിട്ടുണ്ട്. മൂപ്പര് നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മൂപ്പര് ഡെഡിക്കേഷൻ ശരിക്കും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രെയിലർ കാണുമ്പോൾ ആ ഒരു മേക്കപ്പ് ഉണ്ട് മൂപ്പര, ഒരു ശരിക്കും ഒരു അവസ്ഥയിലുള്ളൊരു മേക്കപ്പ്, ആ ഒരു ബ്ലാക്കിഷ് സ്കിന്നിലായിട്ടുള്ള അതെല്ലാം ഭയങ്കര ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആകുന്നുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ട്രെയിലറിൽ. മുമ്പത്തെ ലീക്കായിട്ടുള്ള ട്രെയിലർ ഉണ്ടായിരുന്നു, അത് കുറേ അധികം ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു, ഒരു 3 മിനിറ്റ് അത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഈ ട്രെയിലർ 1.5 മിനിറ്റ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ 1.5 മിനിറ്റ് തന്നെ ഭയങ്കരധികം സാധനങ്ങളാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. തിയേറ്ററിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യണം ഈ ട്രെയിലർ, അങ്ങനത്തെ ഒരു ആഗ്രഹം കൂടിയുണ്ട്. സോ ട്രെയിലർ ഗംഭീര തന്നെയാണ്. മാർച്ച് 28 റിലീസ് പറയുന്നത്. എനിക്കൊന്ന് മലയാള സിനിമയിൽ അടുത്ത സീൻ മാറ്റാൻ പോകുന്ന ഒരു പടം തന്നെ ആയിരിക്കും ഈ ഗോഡ് ലൈഫ് എന്നുള്ളത്. എല്ലാവരും ഒറ്റ നോക്കുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ അത്രയ്ക്കും കാത്തിരിപ്പം. ആ നോവലിൻ്റെ ഒരു അതേ ബേസ് തന്നെയാണ് വരുന്നത് തന്നെയാണ് കാണുമ്പോൾ തോന്നുന്നത്. ഓരോ ഷോർട്സും കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് റിമൈൻഡ് ചെയ്യുന്നത്. സോ കഥ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എല്ലാവരും വായിച്ചതും കേട്ടതും കാര്യങ്ങൾ തന്നെയാണ്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടിട്ടുള്ളത്. സോ ഒരു എക്സിക്യൂഷൻ ആ ട്രെയിലർ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഗംഭീരം തന്നെ ആവട്ടെ. സോ നല്ലൊരു പ്രതീക്ഷയുണ്ട് സിനിമയ്ക്ക് വേണ്ടി, നല്ല ഇരിക്കുന്ന പ്രതീക്ഷയുണ്ട്. സോ 28 കാത്തിരിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.